അപ്പോൾ ഇവിടെ നമ്മൾ ക്യാൻവാസ് നമ്മുടെ ക്ലോത്തിൽ നമ്മൾ സ്റ്റിക്ക് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇത് ഈ ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ 4 ഭാഗവും നമ്മൾ 1/2 ഇഞ്ചിൽ നമ്മൾ 1/2 ഇഞ്ചോ 3/4 ഇഞ്ചോ ഇട്ടിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. മേൽഭാഗം നമ്മൾ കറക്റ്റ് നമ്മൾ ആ ക്യാൻവാസിന്റെ അടുത്ത് കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യാം, കട്ട് ചെയ്തിട്ട് എടുക്കുക. ഇനി നമ്മൾ നമുക്ക് ഇതേപോലെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഫുള്ളായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കുക. ഇവിടെ നമ്മൾ ക്യാൻവാസ് സ്റ്റിക്ക് ചെയ്ത് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് ക്യാൻവാസിനോട് ഇതുപോലെ ചാരി വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പൊ ഇതേപോലെ നമ്മൾ ചാരി വെച്ചിട്ട് അറ്റത്തു കൂടെ നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ നമ്മൾ ഈ അറ്റം വരെ നമ്മൾ ഈ ക്ലോത്ത് ഇതേപോലെ ചാരിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുക. നമുക്കിവിടെ എക്സ്ട്രാ ക്ലോത്ത് ഒരു 1/4 ഇഞ്ച് നിർത്തിയിട്ട് ബാക്കി നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാം. നമ്മളിവിടെ എക്സ്ട്രാ വന്ന ക്ലോത്തിനെ നമ്മൾ കട്ട് ചെയ്തിട്ട് ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിതിൽ സെന്ററിൽ ഒരു നോട്ട്സ് ഇട്ട് കൊടുക്കാം. അപ്പൊ ഈ ക്യാൻവാസിന്റെ 2 അറ്റം കൂടി നമ്മൾ ഇതേപോലെ പിടിച്ചിട്ട് നമുക്ക് എവിടെയാണോ സെന്റർ വരുന്നത് ആ സെന്ററിൽ നമ്മളൊരു നോട്ട്സ് ഇട്ടു. ഇതാണ് ഇതിന്റെ സെന്റർ. അപ്പൊ അവിടെ നോട്ട്സ് ഇട്ടു. ഇനി നമുക്കിതിന്റെ മെയിൻ ക്ലോത്ത് എടുക്കണം. മെയിൻ ക്ലോത്ത് ആണ്. അപ്പൊ ഈ മെയിൻ ക്ലോത്തിലും നമ്മൾ എവിടെ സെന്റർ മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇതേപോലെ നമ്മൾ അതിന്റെ സെന്റർ മാർക്ക് ചെയ്ത് കൊടുക്കുക. സെന്റർ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ക്ലോത്തിന്റെ ചീത്ത വശത്ത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ക്യാൻവാസ് ഒട്ടിച്ച ക്ലോത്ത് ഇതേപോലെ സെന്റർ ആക്കിയിട്ട് വെക്കണം. എന്നിട്ട് നമ്മൾ ഇങ്ങനെ നമ്മൾ ഒരു സ്റ്റിച്ച് കൊടുക്കും. അതിന് ശേഷം ഇത് നമ്മൾ അപ്പുറത്തെ സൈഡിക്ക് മറിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുക, നല്ല വശത്തേക്ക്. അപ്പൊ ചീത്ത വശമാണ് ഇത്. അപ്പൊ ചീത്ത വശത്ത് നമ്മൾ എന്ത് ചെയ്യും, ക്യാൻവാസ് വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ നല്ല വശത്തേക്ക് തിരിച്ചിട്ട് കൊടുക്കും. അപ്പൊ ഇതേപോലെ നമ്മൾ ക്യാൻവാസ് വെക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു പിന്നൊക്കെ കുത്തിയിട്ട് നമ്മൾ ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ പിന്ന് കുത്താൻ പറയണത് നമുക്ക് എപ്പോഴും അപ്പൊ നമ്മളിതില് ഒരു പിന്ന് കുത്തി വെക്കുക അതുപോലെ. അപ്പൊ പിന്ന് കുത്തി കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം സ്റ്റിച്ച് ചെയ്യുമ്പോൾ എന്തുണ്ടാവില്ല, ഈ ക്ലോത്തിന് ഇളക്കം സംഭവിക്കില്ല. അപ്പൊ അതിനാണ് നമ്മൾ എന്ത് ചെയ്യണത്, പിന്ന് കുത്തി കൊടുക്കണത് കേട്ടോ. അപ്പൊ ബിഗിനേഴ്സ് ആയിട്ടുള്ള എല്ലാവരും എന്ത് ചെയ്യുക, പിന്നൊക്കെ കുത്തി ഇതേപോലെ റെഡിയാക്കി വെച്ചിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്, സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇനി എന്ത് ചെയ്യുക, ഇതിന്റെ സെന്ററിൽ ആദ്യം ഒരു സ്റ്റിച്ച് കൊടുക്കുക. അപ്പൊ ആദ്യം നമ്മൾ ഇതേപോലെ ക്ലോത്തിന്റെ സെന്ററും ക്യാൻവാസിന്റെ സെന്ററും ഒരേപോലെ വെച്ചിട്ട് നമ്മൾ ആദ്യം ഒരു സ്റ്റിച്ച് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം ഈ അരികുവശത്തു കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്യാം. ഇതേപോലെ നമ്മളിവിടെ
സൂചി വെച്ചു. എന്നിട്ട് ക്യാൻവാസിനോട് ചാരിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റിച്ച് ചെയ്യുക. സെന്ററിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ സൂചി കുത്തി നിർത്തിയിട്ട് ക്ലോത്ത് മാത്രം നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് തിരിച്ചു കൊടുക്കുക കേട്ടോ. അപ്പൊ ക്യാൻവാസ് ക്ലോത്തും കൂടിയിട്ടുള്ള സെന്റർ എത്തിക്കഴിഞ്ഞാൽ സൂചി കുത്തി നിർത്തുക. അവിടുന്ന് താഴേന്ന് മേലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റിച്ച് ചെയ്തിട്ട് വരിക. ക്യാൻവാസുമ്മ കൊള്ളാനേ പാടില്ല കേട്ടോ. അപ്പൊ ആ പിന്ന് ഉള്ളതൊക്കെ ഒന്ന് നീക്കി കൊടുക്കുക. എന്നിട്ട് നീറ്റായിട്ട് നമ്മൾ ഈ അറ്റം വരെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇവിടെ ഈ ഭാഗത്തുനിന്ന് നമ്മൾ ഈ ഒരു ഭാഗം കട്ട് ചെയ്തിട്ട് ഒഴിവാക്കണം. ഈ നെക്കിന്റെ 1/4 ഇഞ്ച് വിട്ടിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാന്, ഈ ക്ലോത്തും മെയിൻ ക്ലോത്തും ക്യാൻവാസും കൂടിയിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് എടുക്കാനായിട്ട്. അപ്പൊ 1/4 ഇഞ്ച് വിട്ടിട്ട് നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തിട്ട് എടുക്കുക. സ്റ്റിച്ചിൽ തട്ടരുത് കേട്ടോ. സ്റ്റിച്ചിൽ തട്ടാതെ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ചെറിയ കട്ടിട്ട് കൊടുക്കാൻ. അതേപോലെ നമ്മൾ ഇവിടൊക്കെ ചെറിയ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുക്കുക. ഇതിപ്പോ ഏറ്റവും സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയ വീനെക്കാണ്. അതായത് നമ്മൾ ക്യാൻവാസിൽ കട്ട് ചെയ്ത് ക്ലോത്ത് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നല്ല വശത്തുനിന്ന് ചീത്ത വശത്തുനിന്ന് നല്ല വശത്തേക്ക് അടിച്ചിട്ട് മറിച്ചു കൊടുക്കുകയാണ്. അപ്പൊ അടിച്ച് മറിച്ചു കൊടുക്കുമ്പോ ഇപ്പൊ ഇവിടെ നമ്മൾ ചെറിയ ചെറിയ കട്ടിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇവിടുന്ന് ഇത് നല്ല വശത്തേക്ക് മറിച്ചെടുക്കണം. അപ്പൊ ഇതേപോലെ നമ്മൾ ക്ലോത്ത് എടുത്തിട്ട് ചീത്ത വശത്തുനിന്ന് നല്ല വശത്തേക്ക് നമ്മൾ ഇതേപോലെ മറിച്ചെടുക്കുക. അപ്പൊ ഇതേപോലെ നമുക്ക് കിട്ടും. ഇതേപോലെ നമ്മൾ മറിച്ചെടുക്കുക. അപ്പൊ നമുക്ക് ഇതേപോലെ ഇവിടെ ഫ്രണ്ടില് ഒരു എക്സ്ട്രാ പീസ് വെച്ച പോലെ നമുക്ക് വീനക്ക് കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഈ വീനക്കിനെ നമ്മൾ ഇവിടെ പതിച്ചടിക്കണേക്കാളും മുന്നേ നമുക്ക് ഇവിടെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ലേസ് വെച്ചു കൊടുക്കാം. അപ്പൊ ആ ലേസ് വെച്ചു കൊടുക്കാനായിട്ട് നമ്മൾ ലേസ് എടുക്കുക. അപ്പൊ ഈ ലേസ് വെക്കുമ്പോൾ നമ്മൾ എപ്പോഴും ക്ലോത്തിനോട് ഒന്നെങ്കിൽ കോൺട്രാസ്റ്റ് ആയിട്ടോ അതല്ലെങ്കിൽ അതിൽ വരുന്ന വർക്കിനോട് യോജിച്ചിട്ടുള്ള ഇതുപോലെ നമ്മൾ എന്ത് വെക്കുക, നമ്മുടെ ലേസ് വെക്കുക. അപ്പൊ ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യാം, ലേസ് ഇതേപോലെ വെച്ചതിന് ശേഷം നമ്മൾ പതിച്ചടി കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് ലേസ് ഇവിടെ എന്ത് ചെയ്യാം, സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് ബുദ്ധിമുട്ട് ഉണ്ടാവില്ല. അപ്പൊ ഇതേപോലെ കറക്റ്റ് ലെവൽ ചെയ്ത് വെക്കാം. അപ്പൊ അതിന് മുന്നേ ആദ്യം നമ്മൾ ഇവിടെ ഒരു അടി കൊടുക്കണം കേട്ടോ. ഈ സെന്ററിൽ കൂടെ നമ്മൾ ഒരു സ്റ്റിച്ച് കൊടുക്കണം. അതിന് ശേഷം നമ്മൾ ഈ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യാം, ആ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പൊ അതിന് മുന്നേ ഇതൊക്കെ ഒന്ന് അയൺ ചെയ്തിട്ട് നീറ്റ് ആക്കി കൊടുക്കുക. അപ്പൊ ഈ ക്ലോത്ത് ഒന്നും എക്സ്ട്രാ ഉള്ളത് എന്താവില്ല, നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ട് ആവില്ല. അപ്പൊ ഈ അറ്റത്ത് വെക്കുക. ഇതേപോലെ മറിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇതേപോലെ വെച്ചിട്ട് നമ്മൾ അറ്റത്ത് കൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കുക. ഏറ്റവും അറ്റത്ത് കൂടെയാണ് കേട്ടോ. ആ തുമ്പ് ഭാഗം ഉണ്ടല്ലോ, അതിൽ കൂടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് പോണത്. ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്യാം. അതിന് ശേഷം ഇതേപോലെ നമ്മൾ ക്ലോത്ത് തിരിക്കുക. സൂചി അവിടെ തന്നെ കുത്തി നിർത്തുക കേട്ടോ. എന്നിട്ട് ഇതിങ്ങനെ ഒപ്പം വെക്കുക. ഒപ്പം വെച്ചിട്ട് നമ്മൾ ഈ ഒരു സൈഡും ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക.
അപ്പോൾ അയൺ ചെയ്തെടുക്കാൻ പറയുന്നത് നമുക്ക് ആ നെക്കിന്റെ ഭാഗം ക്ലോത്ത് ഒക്കെ നല്ല നീറ്റായിട്ട് നമുക്ക് ഇവിടെ കിട്ടാനായിട്ടാണ്, ചുളിവുകളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണത്, നമ്മൾ അയൺ ചെയ്തിട്ട് എടുക്കണത്. ഇനി നമുക്ക് ഈ ഭാഗത്താണ് നമ്മൾ ലേസ് വെക്കേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് തരത്തിൽ ലേസ് വെച്ചു കൊടുക്കാം. ഒന്ന് ഈ ലേസ് ഇപ്പൊ ഈ ഒരു വിട്ടൊക്കെ വരുന്ന വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ വെച്ചിട്ട് ഇതിനെ ഇങ്ങനെ അറ്റത്തു കൂടെ സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കാം. അതല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഇതിന്റെ ഉള്ളിലായിട്ട് ഇതേപോലെ ക്യാൻവാസിന്റെ ഉള്ളിലായിട്ട് വെച്ചിട്ട് ഈ ഒരു ഭാഗം നിങ്ങൾക്ക് എത്ര ഭാഗമാണോ കാണേണ്ടത് ആ ഒരു ഭാഗം മാത്രം കണ്ടിട്ടാക്കിയിട്ട് നമുക്ക് ബാക്കിയുള്ള ഭാഗത്തിനെ ഒഴിവാക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഞാനിത് ഇത്രയാണ് കാണിക്കുന്നുള്ളൂ. അപ്പൊ ഈ ഒരു ഭാഗം ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് പോകാം കേട്ടോ. അപ്പൊ ഏത് ലേസ് ആണ് വെച്ചാൽ അത് എങ്ങനെയാണ് വെച്ച ഭംഗി ഉണ്ടാവുക എന്നുള്ളത് നോക്കിയിട്ട് ലേസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഇപ്പൊ ഇങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പൊ ഞാൻ ഈ ഒരു രീതിയിൽ കാണിക്കണമെന്ന് മാത്രം. അപ്പൊ നിങ്ങളുടെ ലേസ് ഏത് ഡിസൈൻ ഉള്ളതാണെന്ന് നോക്കുക, അതെങ്ങനെ വെച്ചാലാണ് നീറ്റായിട്ട് കിട്ടുക എന്നുള്ളതും കൂടി നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കുക. നമ്മൾ താഴേന്ന് മേലേക്ക് ഇതേപോലെ നമ്മൾ ലേസൊക്കെ ഒപ്പം വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതേപോലെയാണ് നമുക്ക് ലേസ് സ്റ്റിച്ച് ചെയ്തപ്പോൾ നമ്മുടെ നെക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇതേപോലെ നിങ്ങൾ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുക ഫ്രണ്ട് പോർഷൻ. ഇനി നമുക്ക് ബാക്ക് പോർഷൻ ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ബാക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, നമ്മൾ എത്രയാണോ നെക്ക് വിഡ്ത്ത് കൊടുത്തത് അത് നമ്മൾ ഇതില് മാർക്ക് ചെയ്തിട്ട് നെക്ക് വിഡ്ത്തും നെക്ക് ലെങ്ത്തും നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം. ആദ്യം ഇഞ്ചാണ് കൊടുത്തത്. അപ്പൊ ആ 3.25 ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ബാക്ക് നെക്ക് ഞാനൊരു 3 ഇഞ്ചാണ് കൊടുക്കണം. അപ്പൊ 3 ഇഞ്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് 2.5 ഇഞ്ചായിട്ട് മാറും. ഇവിടെ 3.25 മാർക്ക് ചെയ്യാം. ഇതൊന്ന് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മളത് ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമ്മുടെ ബാക്ക് നെക്ക് ഇവിടെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ക്രോസ് പീസ് വെച്ചിട്ടാണ് നമ്മൾ ബാക്ക് നെക്ക് ഫിനിഷ് ചെയ്തെടുക്കണം. അപ്പൊ നമ്മൾ നേരത്തെ ക്രോസ് പീസ് നമ്മൾ ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ട് അപ്പൊ ഇതൊന്ന് ജോയിൻ ചെയ്തിട്ട് എടുക്കുക. അപ്പൊ ഇതേപോലെ നമ്മൾ ക്രോസ് പീസ് വെക്കുക. എന്നിട്ട് നമ്മൾ രണ്ടും കൂടിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ നമുക്ക് ക്രോസ് പീസ് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇതേപോലെ നല്ല വശത്ത് വെക്കുക. നല്ല വശത്ത് 1/4 ഇഞ്ച് 1/2 ഇഞ്ച് നമ്മൾ മേലേക്ക് കയറ്റിയിട്ട് വേണം എന്ത് വെക്കാനായിട്ട്, ക്രോസ് പീസ് വെക്കാനായിട്ട്. ഇതേപോലെ കേട്ടോ, മെയിൻ ക്ലോത്ത് നിന്ന് നമ്മൾ ചുരിദാറൊക്കെ ചെയ്തപ്പോൾ ചെയ്തില്ല അതേപോലെ തന്നെ. അതിന് ശേഷം നമ്മൾ ഇതേപോലെ 1/4 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ക്രോസ് പീസ്. ഇനി നമ്മൾ ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യുക, ചെറിയ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുക്കുക. സ്റ്റിച്ചിൽ കൊള്ളരുത്, സ്റ്റിച്ചിൽ കൊണ്ടാല് നെക്ക് ഇതാവൂല. അപ്പൊ അത് കാരണമാണ് നെക്ക് രണ്ടാമത് നമ്മൾ സ്റ്റിച്ച് ചെയ്യല് നടക്കൂല. ഇപ്പൊ ഇതേപോലെ വെക്കുക. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഉള്ളിലേക്ക് മറിച്ചു കൊടുക്കുക. എന്നിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക.
ഇനി നമുക്ക് എന്താ വേണ്ടത്, ഇതിന്റെ ഷോൾഡറുകൾ തമ്മിലൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം. അപ്പൊ നെക്ക് പതിച്ചടിക്കണേക്കാളും മുന്നേ, ബാക്ക് നെക്ക് പതിച്ചടിക്കണേക്കാളും മുന്നേ ഇതുപോലെ നമ്മൾ രണ്ട് ഷോൾഡറുകളും തമ്മിൽ ഒരുമിച്ച് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പൊ ക്രോസ് പീസിന് നമ്മൾ ഇതേപോലെ, അപ്പൊ അതാ ക്രോസ് പീസ് ഇതേപോലെ എടുത്തു, രണ്ട് ഷോൾഡറുകളും ഇതേപോലെ ഒരുമിച്ച് വെച്ചിട്ട് നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് മറിച്ചു കൊടുക്കുക ഈ ക്രോസ് പീസിന്. എന്നിട്ട് നമ്മൾ 1/2 ഇഞ്ചിൽ നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുക. അപ്പൊ നമ്മള് ഷോൾഡർ ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും എന്ത് വേണം, ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം കേട്ടോ. അപ്പൊ നമ്മളിവിടെ ഷോൾഡർ ജോയിൻ ചെയ്തിട്ട് ഡബിൾ സ്റ്റിച്ച് ചെയ്യാം. എക്സ്ട്രാ വന്ന ക്ലോത്തിനെ നമ്മൾ എന്ത് ചെയ്യുക, കട്ട് ചെയ്തിട്ട് ഒഴിവാക്കാം. ഇനി ഇതേപോലെ നമ്മൾ അപ്പുറത്തെ ഷോൾഡറും ജോയിൻ ചെയ്തിട്ട് എടുക്കുക. ഇങ്ങനെ നമ്മൾ രണ്ട് ഷോൾഡറും ജോയിൻ ചെയ്തിട്ട് എടുക്കുക. ഇവിടെ നമ്മൾ ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക, എക്സ്ട്രാ വന്ന ക്ലോത്ത് കട്ട് ചെയ്ത് ഒഴിവാക്കുക. അതിനുശേഷം നമ്മൾ ഇതേപോലെ ഇതിനൊന്ന് മറിച്ചെടുക്കുക. ഇതേപോലെ ഒന്ന് മറിച്ചെടുക്കുക. ഇനി നമ്മൾ ബാക്കത്തെ ക്രോസ് പീസിന് എന്ത് ചെയ്യുക, നമ്മൾ പതിച്ച് അടിച്ചു കൊടുക്കുക ഈ ടൈമിൽ. അപ്പൊ ഇതിനെ തിരിച്ചു വെക്കുക. ഇതേപോലെ തിരിച്ചു വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ക്രോസ് പീസിന് പതിച്ചടി കൊടുക്കുക. ഇതേപോലെ എടുക്കുക. എന്നിട്ട് തയ്യൽ തുമ്പൊന്നും കാണാത്ത രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടുന്ന് ഇതേപോലെ നല്ല നീറ്റായിട്ട് തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുക. അപ്പൊ നമ്മൾ ഈ അറ്റത്ത് കൂടെ അല്ലാട്ട് അടിക്കേണ്ട, ഇപ്പുറത്തെ അറ്റത്തേക്കാണ് നമ്മൾ അടിച്ചു കൊടുക്കുന്നത്, ക്രോസ് പീസിനെ മടക്കി വെച്ചിട്ട് കേട്ടോ. അങ്ങനെ ചെയ്താലാണ് അത് ഫിനിഷ് ആയിട്ട് കിട്ടുക. അപ്പൊ അതാണ് അത് അങ്ങനെ കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ നൂലൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കുക, നീറ്റാക്കിയിട്ട് എടുക്കുക. അതുപോലെ ഇത് ചുരിദാർ മോഡൽ നൈറ്റി ആയ കാരണം നമ്മൾ ഇതില് സിബ് ഒന്നും വെച്ച് കൊടുത്തിട്ടില്ല കേട്ടോ. അതാ ഇവിടെ നമ്മൾ ഇതേപോലെ നമ്മൾ രണ്ട് ഷോൾഡറും ഇതും ജോയിൻ ചെയ്തിട്ട് എടുത്തു. ഇനി നമുക്ക് എന്താണ്, സ്ലീവ് ആണ് അറ്റാച്ച് ചെയ്തിട്ട് കൊടുക്കാനുള്ളത്. അപ്പോ ഇപ്പൊ നമ്മളിവിടെ ഷോൾഡർ ഒക്കെ ജോയിൻ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നോക്കുമ്പോൾ ഇവിടെ 1/4 ഇഞ്ച് നമുക്ക് ഇവിടെ അധികം വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് ക്ലോത്ത് ഒപ്പം വെച്ച് നമ്മുടെ ഷോൾഡർ ജോയിനിങ് കഴിഞ്ഞ് അവിടെ എക്സ്ട്രാ ക്ലോത്ത് എത്രയുള്ളത് നോക്കിയിട്ട് നമ്മൾ അതൊക്കെ ഒന്ന് എന്ത് ചെയ്യുക, കട്ട് ചെയ്തിട്ട് ലെവലാക്കി കൊടുക്കുക. ഇനി നമുക്ക് എന്ത് ചെയ്യണം, സ്ലീവ് ഈ ക്ലോത്തിൽ നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പൊ അതിനായിട്ട് നമ്മളിവിടെ സ്ലീവിന്റെ ക്ലോത്ത് എടുത്തിട്ടുണ്ട്. അപ്പൊ ഈ സ്ലീവിന്റെ ക്ലോത്ത് നമുക്ക് എങ്ങനെ 4 പീസാണ് വന്നിട്ടുള്ളത്. ഇതാ ഇതിൽ 2 പീസ്, ഇതിൽ 2 പീസ്. അപ്പൊ ഒരു സ്ലീവിന് 2 പീസാണ് വരുന്നത്. അപ്പൊ എന്ത് ചെയ്യണം, നമ്മളത് ആദ്യം തന്നെ ഒന്ന് ജോയിൻ ചെയ്തിട്ട് എടുക്കണം. അപ്പൊ ഇതേപോലെ നമ്മള് ക്ലോത്ത് നല്ല വശവും കൂടി ഇതേപോലെ ഒരുമിച്ച് വെക്കുക. ഒരുമിച്ച് വെച്ചതിന് ശേഷം നമ്മൾ ഒരു 1/4 ഇഞ്ച്
തയ്യൽ തുമ്പ് ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുക, ജോയിൻ ചെയ്തിട്ട് എടുക്കുക. രണ്ട് ക്ലോത്തും കൂടി നമ്മൾ ഇതേപോലെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യണം, ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം കേട്ടോ. ഇതേപോലെ നമ്മൾ ഡബിൾ സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പീസ് സെക്കൻഡ് സ്ലീവും നമ്മൾ എന്ത് ചെയ്യുക, ഇതേപോലെ നല്ല വശം ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുക. അപ്പൊ നമ്മൾ ഇതേപോലെ താഴ്ഭാഗത്ത് നമ്മൾ ലേസ് വെച്ച് കൊടുക്കണം. അപ്പൊ അതിനായിട്ട് നമ്മൾ താഴ്ന്ന് 1 ഇഞ്ച് മേലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അവിടുന്ന് ഈ അറ്റം വരെ സ്ലീവിന്റെ താഴ്ഭാഗത്തെ വിട്ട് വരെ നമ്മൾ ആ 1 ഇഞ്ചിൽ എന്ത് ചെയ്യാണ്, നമ്മള് ലേസ് സ്റ്റിച്ച് ചെയ്ത് പോവുക. 1 ഇഞ്ച് നമ്മൾ ക്ലോത്തില് മേലക്കാണ് മാർക്ക് ചെയ്ത് കൊടുത്തിക്കുന്നത് കേട്ടോ. എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, ലേസ് സ്റ്റിച്ച് ചെയ്യണത്. അപ്പൊ നമ്മള് താഴ്ഭാഗത്തേക്കാണ് ഈ ഒരു ഡിസൈൻ നമുക്ക് കിട്ടേണ്ടത്. അപ്പൊ ആ ഡിസൈൻ മറിക്കുമ്പോ താഴേക്ക് വരുന്ന രീതിയിൽ വേണം നമ്മൾ വെച്ചു കൊടുക്കാനായിട്ട്. ഇതേപോലെ നമ്മള് 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ആ ഒരു ഭാഗം ഫുള്ള് നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്, ഇനി പിന്നെ നമ്മൾ താഴേക്ക് മറിച്ചു കൊടുക്കുക. ഇതേപോലെ നമ്മൾ മറിച്ചെടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പൊ ഇതേപോലെ ഡിസൈൻ നമുക്ക് താഴത്തേക്ക് കിട്ടും. അപ്പൊ എന്ത് ചെയ്യണം, നമ്മൾ ഇതിന്റെ ക്ലോത്ത് നമ്മൾ ഒരു ഇഞ്ച് ഇട്ടുണ്ടല്ലോ. അപ്പൊ ആ 1 ഇഞ്ച് നമ്മൾ അര ഇഞ്ച് ആയിട്ട് നമ്മൾ ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ വെച്ചിട്ട് നമ്മൾ അര ഇഞ്ച് ആദ്യം നമ്മൾ ഉള്ളിലേക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മൾ ചീത്ത വശത്തേക്കാണ് കേട്ടോ നമ്മൾ മടക്കി വെച്ച് കൊടുത്തിട്ടുള്ളത് ആ ക്ലോത്തിന്. ഇനി ഇതേപോലെ നല്ല വശം എടുക്കുക. നല്ല വശം എടുത്തിട്ട് നമ്മൾ ഈ ലേസിന്റെ അറ്റത്ത് കൂടി നമ്മൾ എന്ത് ചെയ്യുക, ക്ലോത്തും കൂട്ടിയിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കുക. ഇതേപോലെ ഒരു സ്റ്റിച്ച് കൊടുക്കുക. അപ്പൊ നമ്മുടെ താഴ്ഭാഗത്തെ സ്ലീവിന്റെ താഴ്ഭാഗം ഇതേപോലെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതേപോലെ നമ്മൾ 2 സ്ലീവും ഇതേപോലെ നമ്മൾ താഴ്ഭാഗം സ്റ്റിച്ച് ചെയ്തെടുത്തു ലേസ്. ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പൊ സ്ലീവ് അറ്റാച്ച് ചെയ്യാനായിട്ട് ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ മെയിൻ ക്ലോത്തിന്റെ നമ്മുടെ ഷോൾഡറിന്റെ സെന്ററും നമ്മുടെ സ്ലീവിന്റെ സെന്ററും കൂടി ഇതേപോലെ ഒരുമിച്ച് വെച്ചിട്ട് നമ്മൾ എത്രയാണ്, അര ഇഞ്ചാണ് നമ്മൾ തയ്യൽ തുമ്പ് കണക്കാക്കിയിട്ടുള്ളത്. അപ്പൊ ആ അര ഇഞ്ചിൽ നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതിവിടെ ജോയിൻ ചെയ്ത ഭാഗമായതുകൊണ്ട് ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, ഒന്നിങ്ങനെ വിടർത്തിയിട്ട് വെച്ച് കൊടുത്തിട്ട് നമ്മളിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പൊ ഇവിടെ അര ഇഞ്ച് നമ്മൾ എന്ത് ചെയ്തു, അര ഇഞ്ച് തയ്യൽ തുമ്പ് കണക്കാക്കിയിട്ട് നമ്മളിവിടെ ജോയിൻ ചെയ്തെടുക്കുക. തിരിച്ചും ഈ ഒരു വശം. അപ്പൊ ഈ സൈഡിൽ കൂടെ നമുക്ക് 2 സ്റ്റിച്ച് വരും കേട്ടോ. നമ്മൾ ചുരിദാറിന്റെ സ്ലീവ് ഒക്കെ ജോയിൻ ചെയ്ത സെയിം മെത്തേഡ് തന്നെയാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഇത് സെന്ററിലെത്തി. ഇനി ഈ ഒരു സൈഡാണ് സ്റ്റിച്ച് ചെയ്യാനുള്ളത് അല്ലെ. ഇതേപോലെ മെയിൻ ക്ലോത്തും സ്ലീവിന്റെ ക്ലോത്തും വെക്കുക. അര ഇഞ്ച് നമ്മുടെ സ്റ്റിച്ചിങ് അലവൻസ് ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുക. ആ ഒരു വശം കൂടി നമ്മൾ എന്ത് ചെയ്യുക, ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക. അപ്പൊ നമ്മൾ സ്ലീവ് ഒക്കെ ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം കേട്ടോ. നമ്മൾ വെച്ച 2 ക്ലോത്തും കറക്റ്റ് ലെവലാണോ എന്നൊക്കെ നോക്കിയിട്ട് വേണം ഡബിൾ സ്റ്റിച്ച് കൊടുക്കാൻ. അപ്പൊ നമ്മളിവിടെ ഒരു സ്ലീവ് നമ്മൾ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ നമ്മൾ നീറ്റായിട്ട് ഒരു സ്ലീവ് നമ്മൾ അറ്റാച്ച് ചെയ്തെടുത്ത് ഇനി അടുത്ത സ്ലീവും ഇതേപോലെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. രണ്ടാമത്തെ സ്ലീവും ഇവിടെ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യാനുള്ളത് വെച്ചാൽ നമുക്കിനി ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പൊ നമ്മൾ എത്രയാണോ തയ്യൽ തുമ്പൊക്കെ കൊടുത്തത് അത് ഇങ്ങോട്ട് വെക്കിട്ടെ. ഇനി നിവർത്തി നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ സ്ലീവിന്റെ താഴ്വശം മുതല് നമ്മൾ ബോഡി പാർട്ട് ഫുള്ള് താഴെ വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പൊ നമ്മൾ എത്രയാണോ നമ്മുടെ
സ്റ്റിച്ചിങ് അലവൻസ് ഇട്ടിട്ടുള്ളത്, അതായത് നമ്മൾ സീം അലവൻസ് എത്ര കൊടുത്തിട്ടുള്ളത് നോക്കുക സ്ലീവിലൊക്കെ. എന്നിട്ട് അതനുസരിച്ചിട്ട് ബോഡി പാർട്ടിൽ എത്ര കൊടുത്തത് നോക്കിയിട്ട് നമ്മൾ ആ ഒരു സീം അലവൻസിൽ നമ്മളെ പോയിന്റ്സ് മാർക്ക് ചെയ്തിട്ട് നമ്മൾ താഴെ വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇവിടെ സ്ലീവ് വേണ്ടത് 5.5 ഇഞ്ചാണ്. 5.5 ഇഞ്ച് 6 ഇഞ്ച് കേട്ടോ, 6 ഇഞ്ച്. അവിടുന്ന് നേരെ താഴോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ബോഡി പാർട്ടിൽ നമ്മൾ എത്ര ഇഞ്ചാണ് ഇട്ടത്? 1 ഇഞ്ച് അല്ലേ? 1 ഇഞ്ചോ 1.5 ഇഞ്ചോ? 1.5 ഇഞ്ച്. അപ്പൊ അത് നമ്മളിവിടെ മാർക്ക് ചെയ്തു. അതിനുശേഷം ഇവിടുന്ന് താഴോട്ട് ഒരു 7 ഇഞ്ച് നമ്മുടെ ഷേപ്പാണ്, അത് നമ്മൾ 1.5 ഇഞ്ച്. ഇവിടുന്ന് നേരെ നമ്മൾ താഴേക്ക് 1/2 ഇഞ്ചിലാണ് നമ്മുടെ സ്റ്റിച്ചിങ് പോണ്ടത് കേട്ടോ. ഇവിടുന്നൊക്കെ നമ്മൾ 1 ഇഞ്ചിൽ കൊടുന്ന് നമ്മുടെ വേസ്റ്റിന്റെ ഭാഗം ഇവിടുന്ന് ഇങ്ങോട്ട് നമ്മൾ ഇതേപോലെ ഷേപ്പ് ചെയ്ത് കഴിഞ്ഞാല് പിന്നെ നമുക്ക് താഴേക്കുള്ള ജോയിനിങ് ആണ് വരിക. അത് നമ്മൾ ഒരു 3/4 ഇഞ്ചൊക്കെ ആക്കിയിട്ട് നമ്മൾ താഴെ വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമ്മൾ 1 ഇഞ്ചോ 1.5 ഇഞ്ചൊന്നും സ്റ്റിച്ചിങ് അലവൻസ് കൊടുക്കരുത് കേട്ടോ. ഈ ഭാഗത്ത് നമുക്ക് ഹിപ്പും നമ്മളെ വയറൊക്കെ വരും. അപ്പൊ തടി കൂടിയ ആൾക്കാരൊക്കെ ആകുമ്പോൾ നമ്മളിവിടെ തയ്യൽ തുമ്പ് 1.5 ഇഞ്ചൊക്കെ കൊടുക്കുമ്പോൾ എന്താ ഉണ്ടാവുക വെച്ചാൽ ഷേപ്പ് വല്ലാതെ ഷേപ്പായിട്ട് പോവും. അപ്പൊ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ഒരു 1/2 ഇഞ്ച് മാത്രം സ്റ്റിച്ചിങ് അലവൻസ് ഇട്ടാൽ മതി. നമുക്ക് ഇവിടുന്ന് സ്ലീവ് ഇതേപോലെ ഒപ്പം വെച്ചിട്ട് നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഡബിൾ സ്റ്റിച്ച് ചെയ്യുക സ്ലീവിന്റെ താഴ്ഭാഗം. ഇതേപോലെ കറക്റ്റ് വെക്കുക. ഇതേപോലെ നമ്മൾ ഷേപ്പ് ചെയ്യുക കേട്ടോ. താഴേക്ക് എത്തുമ്പോ 1/2 ഇഞ്ച് മാത്രം തയ്യൽ തുമ്പ് ഇട്ടാൽ മതി. പ്രത്യേകിച്ച് എന്താ പറയാ വണ്ണം കൂടിയ ആൾക്കാർക്കൊക്കെ. അപ്പൊ നമ്മൾ അതിന്റെ ഫുള്ള് വിഡ്ത്ത് എടുത്തിട്ടുണ്ട്, നമ്മൾ അതിൽ വിഡ്ത്ത് ഒന്നും കുറച്ചിട്ടില്ല. അപ്പൊ 45 ഇഞ്ചിൽ നമുക്ക് ഫുൾ വിഡ്ത്താണ് നമ്മൾ താഴെ വരെ സ്ലോപ്പ് ചെയ്തിട്ട് നമ്മൾ താഴ്വശത്ത് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുള്ള. അപ്പൊ അത്യാവശ്യം നൈറ്റി നല്ല വിരിവ് ഉണ്ടാവും. അപ്പൊ നല്ലോണം മെലിഞ്ഞ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇത്ര വിരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ആ വിരിവ് കുറച്ച് നമുക്ക് ഒഴിവാക്കി കൊടുക്കാം. നമുക്ക് എത്ര വിരിവാണോ ആവശ്യമുള്ളത് അത് നോക്കിയിട്ട് ട്ടോ. എന്നിട്ട് ഇവിടെ ഒരു വട്ടം കൂടി നമ്മളൊന്ന് ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ നമ്മൾ അപ്പുറത്തെ സൈഡും ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. നമ്മളിവിടെ രണ്ടാമത്തെ സൈഡും നമ്മൾ എന്ത് ചെയ്തു സ്റ്റിച്ച് ചെയ്തെടുക്കും കേട്ടോ. അപ്പൊ ആ സൈഡ് നമ്മൾ എന്ത് ചെയ്യുക ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇവിടെ താഴ്ഭാഗമാണ് നമുക്ക് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുള്ളത്. അപ്പൊ ഇത് രണ്ട് സൈഡും ആദ്യം നമ്മൾ ഒന്ന് ഒപ്പം വെച്ച് നോക്കുക. എന്നിട്ട് ഒപ്പം ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മളൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളതൊന്ന് മടക്കി തയ്ക്കുക. അപ്പൊ നമുക്ക് 1/2 ഇഞ്ച് എടുത്തിട്ട് നമുക്ക് മടക്കി തയ്ക്കുക. അതല്ലെങ്കിൽ ആദ്യം 1/4 ഇഞ്ചിലൊന്ന് മടക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാം പിന്നെ 1 ഇഞ്ചിൽ മടക്കുക. അപ്പൊ ഇങ്ങനെ വേണമെങ്കിൽ മടക്കി കൊടുക്കാം. അതല്ലെങ്കിൽ 1/2 ഇഞ്ച് വെച്ചിട്ട് മടക്കുക. അപ്പൊ ഞാനിവിടെ 1/2 ഇഞ്ച് വെച്ചിട്ടാണ് മടക്കി കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ സെന്ററിൽ നിന്നാണ് നമ്മൾ മടക്കി സ്റ്റിച്ച് ചെയ്യാനായിട്ട് തുടങ്ങുന്നത്. ആദ്യം 1/2 ഇഞ്ച് മടക്കുക. അതിനുശേഷം 1/2 ഇഞ്ചും കൂടി മടക്കി കൊടുക്കുക കേട്ടോ. ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യുക ചുറ്റുഭാഗവും നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുക.
ഇതേപോലെ നമ്മൾ താഴ്ഭാഗം നീറ്റായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ സെന്ററിൽ നിന്ന് തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പറഞ്ഞത് നമ്മൾ താഴ്ഭാഗം ഒന്ന് ചെരിച്ചിട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഭാഗം നല്ല നീറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ മടക്കി സ്റ്റിച്ച് ചെയ്യുമ്പോൾ സെന്ററിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞത് കേട്ടോ. അപ്പൊ നമുക്കിത് കറക്റ്റ് ആയോ എന്നുള്ളതൊന്ന് നമ്മുടെ മാനിക്യൂറിന്. ഇപ്പൊ നമ്മളിവിടെ വീനക്ക് നല്ല നീറ്റായിട്ട് കണ്ടോ ലേസ് ഒക്കെ വെച്ച് നല്ല നീറ്റായിട്ട് നമ്മൾ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ നെക്ക് നിങ്ങൾക്ക് ചുരിദാറിലും നൈറ്റിയിലൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമ്മളിവിടെ സിബ് വെച്ചിട്ടില്ല, നമ്മൾ ചുരിദാർ മോഡൽ നൈറ്റി ആയ കാരണം തന്നെ. അപ്പൊ ഇതാ സ്ലീവിന്റെ താഴ്വശത്ത് നമ്മൾ ഇതേപോലെ ലേസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. 2 സ്ലീവിന് താഴ്വശം നമ്മൾ ലേസ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് നൈറ്റിയുടെ ഫുൾ ലുക്ക്. അപ്പൊ എല്ലാരും ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കുക.